സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ കാവൽമാടം തുടരുന്നു. പോലീസ് റേഞ്ച് ഓഫീസിൽ ചെന്ന് തെളിവെടുത്തു. തകർക്കപ്പെട്ട വാതിലുകളും ജനലുകളുമാണ് അവിടെ കാണാൻ സാധിച്ചത്. ആക്രമണ നേരത്ത് അവിടെയുണ്ടായിരുന്ന ഗാർഡുകളിൽ നിന്നും മൊഴികൾ ശേഖരിച്ചു. ജോണിക്കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. റാഫേൽ മുതലാളിയുടെ ബന്ധുക്കളാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അഞ്ചുകണ്ടം പള്ളി സെമിത്തേരിയിൽ ജോണിക്കുട്ടിയുടെ ശവസംസ്കാരം നടന്നു. പോലീസ് കാവലോടെ വിലങ്ങുവെക്കപ്പെട്ട നിലയിൽ ജെയിംസും അഞ്ചുകണ്ടത്തിലെത്തിയിരുന്നു ചേട്ടൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ. ശവമടക്കിന് ശേഷം പോലീസ് അവനെ ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുപോയി. അഞ്ചുകണ്ടം ഗ്രാമത്തിന് ആ ദിവസങ്ങളിൽ ഉറക്കമില്ലായിരുന്നു. ആളുകൾ കൂട്ടം കൂടുന്നിടത്തെല്ലാം റാഫേൽ മുതലാളിക്കും മക്കൾക്കും സംഭവിച്ചതിനെക്കുറിച്ചായിരുന്നു സംഭാഷണം. റോബിയുടെ പ്രതികാരം താന്നിക്കിലവറാൻ പറഞ്ഞു. ചവിട്ടേറ്റ പാമ്പല്ലേ അവൻ എണ്ണി തട്ടും. ടോമിയെ തട്ടി, ജോണിക്കുട്ടിയെ തട്ടി. റാഫേൽ മുതലാളിയുടെ ജീവൻ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണെന്നാണ് കേട്ടത്. ഇനി ഒരുത്തനും കൂടിയില്ലേ ജെയിംസ്? അവനല്ലേ റോബിയുടെ പെങ്ങളെ പഴിപ്പിച്ച് പുറന്തള്ളിയത്. അവനെ റോബി വെറുതെ വിടുവോ? ഇഞ്ചിഞ്ചായിട്ട് അവനെയും കൊല്ലും. കല്ലറയ്ക്കന്മാരുടെ ബംഗ്ലാവ് ഇടിച്ചു നിരത്തും. ആ കുടുംബത്തെ വേരോടെ പിഴുത് ആറ്റിലെറിയും. കല്ലറയ്ക്കന്മാരെന്നൊരു കൂട്ടർ അഞ്ചുകണ്ടത്തിൽ ജീവിച്ചിരുന്നോന്നറിയണമെങ്കിൽ പിന്നെ പഴമക്കാരോട് ചോദിക്കേണ്ടി വരും. എന്നാലും ഭയങ്കരം തന്നെ. അമേരിക്കൻ പട്ടാളം നോക്കിയാൽ പോലും കല്ലറയ്ക്കന്മാരെ ഇരുത്താനൊക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇത്രയേയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇത് ഏതു വലിയ ഡെപ്യൂട്ടി കൊണറസ് ആയാലും. മുരിങ്ങാശ്ശേരി കുട്ടപ്പൻ പറഞ്ഞു നിർത്തി. ജെയിംസിനെ റോബി എങ്ങനെ പൂച്ചുന്നതെന്ന് ആർക്കറിയാം? തീയിലിട്ടാണോ വെള്ളത്തിലിട്ടാണോ? എന്തായാലും ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റാണ് റോബിയുടേത്. സംഭാഷണങ്ങൾ അങ്ങനെ തുടർന്നു പോയി. കല്ലർക്കന്മാരുടെ ദുരന്തം അഞ്ചുകണ്ടംകാർക്ക് ശാപമോക്ഷമായി കരുതി. ഒച്ചയെടുത്ത് 4 വർത്തമാനം പറയാനും തലയുയർത്തി കൈവീശി നടക്കാനും സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയായി. അഞ്ചുകണ്ടംകാരെല്ലാം ഉള്ളാലെ സന്തോഷിച്ചു. ദൈവത്തിനവർ നന്ദി പറഞ്ഞു. റോബിയാണ് തങ്ങളുടെ രക്ഷകനെന്ന് അവർ കരുതി. അവൻ എന്തെങ്കിലും അഞ്ചുകണ്ടത്തിൽ വരുമ്പോൾ ഒരു ഗംഭീര സ്വീകരണം നൽകണമെന്ന് തീരുമാനിച്ചു. ജെയിംസിൻ്റെ പരിക്കുകൾ സുഖപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതേ തുടർന്ന് പോലീസ് അവനെ കോടതിയിൽ ഹാജരാക്കി. റാഫേൽ മുതലാളിയുടെ ചേട്ടനും മറ്റു ബന്ധുക്കളും കൂടി വന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി. ജെയിംസ് അഞ്ചുകണ്ടത്തിൽ തിരിച്ചെത്തി. ആളുകൾ അവഗണനയോടെ അവനെ നോക്കി. ഒച്ചയനക്കമില്ലാതെ ഒരു പ്രേതഭവനം പോലെ കിടന്ന വീട്ടിലേക്ക് അവൻ ഇടറുന്ന കാലടികളോടെ കയറിപ്പോയി. ഒരിക്കൽ അധികാരത്തിൻ്റെയും ഗർവിൻ്റെയും ക്രൂരതയുടെയും തത്വങ്ങൾ മതം കൊണ്ട് ആർത്തിച്ചിരിച്ച ബംഗ്ലാവിൽ ഇന്ന് ശ്മശാനമുഖത കളിയാടുന്നു. വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ പിറ്റേന്ന് ജെയിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി റാഫേൽ മുതലാളിയെ കണ്ടു. റാഫേൽ മുതലാളിയുടെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായി തീർന്നിരിക്കുന്നു. അയാളുടെ കാലുകൾ മുറിച്ചു കളയാതെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി വിദഗ്ധ ഡോക്ടർമാർ നടത്തിയ ശ്രമങ്ങൾ വിഫലമായി. എന്നിട്ടും കാലുകൾ മുറിച്ചു നീക്കാൻ റാഫേൽ മുതലാളി സമ്മതിച്ചില്ല. കാലുകൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് ഉടലിലേക്ക് കയറും. പിന്നെ ഒന്നും ചെയ്യാനൊക്കില്ല. മരണം നിശ്ചയം. ഞാൻ മരിച്ചോട്ടെ, കാലുകൾ മുറിച്ചു കളഞ്ഞിട്ട് എനിക്ക് ജീവിക്കണ്ട, റാഫേൽ മുതലാളി പറഞ്ഞു. തൻ്റെ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. അയാളുടെ കാലുകൾക്ക് പഴുപ്പ് കയറി തുടങ്ങിയിരുന്നു. ജെയിംസ് വന്നപ്പോൾ മുതലാളി വേദന കൊണ്ട് കുത്തിപ്പുളയുകയായിരുന്നു. അപ്പച്ച, നിന്നെ അവർ വെറുതെ വിട്ടോടാ മോനെ. ജാമ്യത്തിൽ ഇറങ്ങി. പക്ഷെ കേസുണ്ട് അപ്പച്ച. ജോണിക്കുട്ടി മരിച്ചുപോയി അല്ലേടാ? ജെയിംസ് ദുഃഖത്തോടെ തല കുനിച്ചു. അവൻ്റെ ശവമടക്കിന് കൂടാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ. സാരമില്ല അപ്പച്ച, സാരമില്ല. എൻ്റെ മൂത്ത മകൻ മരിച്ചത് സാരമില്ല. എൻ്റെ 2 ആൺമക്കളും മരിച്ചു. എൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു. ഞാൻ മരിച്ചു പോകത്തേയുള്ളൂ. എൻ്റെ മകളൊരു ഭ്രാന്തിയായി. ശേഷിച്ച മകൻ കേസിലകപ്പെട്ടു. ഇതൊന്നും സാരമില്ല അല്ലേടാ? അപ്പച്ച, നമ്മൾ തകർന്നട മോനെ, തകർന്നു. എനിക്കെൻ്റെ ജോണിക്കുട്ടിയുടെ ശവം പോലും ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. എന്നെ രക്ഷിക്കാൻ വന്നതുകൊണ്ടാണല്ലോ അപ്പച്ചനും ചേട്ടനും ഈ ദുർവിധി പറ്റിയതെന്ന് ഓർത്തിട്ടാണ് എനിക്ക് സഹിക്കാൻ മേലാഞ്ഞത്. നിന്നെ രക്ഷിക്കാൻ വന്നതുകൊണ്ട് മാത്രമല്ലടാ. വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ല. ഇതൊക്കെ നമുക്ക് വിധിച്ചിരുന്നതാ. നമ്മൾ ഒത്തിരി പേരോട് ഒരുപാട് ദ്രോഹം ചെയ്തു. അതിന് ദൈവം തന്ന ശിക്ഷയാ. കല്ലറക്കന്മാർ പൊട്ടി പാളീസായില്ലേ മോനെ. ഇനിയൊരിക്കലും നമ്മൾ രക്ഷപ്പെടുകയില്ല. അപ്പച്ചനിങ്ങനെ നിരാശനാകരുത്. എടാ മോനെ, നീ ഇനി അഞ്ചുകണ്ടത്തിൽ താമസിക്കണ്ട. അവിടെ നിന്നാൽ റോബി നിന്നെയും കൊല്ലും. നമ്മുടെ കുടുംബം കുളം തോണ്ടാൻ അവൻ്റെ പുറപ്പാട്. നമ്മൾ അവനോട് ചെയ്തതിൻ്റെ ഇരട്ടിക്കിരട്ടി തന്നവൻ പ്രതികാരം ചെയ്യുകയാണ്. അവൻ്റെ സമയമായത്. ചെകുത്താൻ പിടിച്ചാലും നിൽക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ മോൻ കിട്ടുന്ന വിലയ്ക്ക് അഞ്ചുകണ്ടത്തിലെ വീട് സ്ഥലവും വിറ്റിട്ട് ആ കാശ് കൊണ്ട് രക്ഷപ്പെട്ടു. റോബിയുടെ കണ്ണെത്തുകയില്ലാത്തയിടത്ത് എവിടെയെങ്കിലും പോയി താമസിച്ചോ. ഇനി കല്ലറയ്ക്കന്മാരുടെ കുടുംബപ്പേര് നിലനിർത്താൻ നീ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ശരി അപ്പച്ച.
ജെയിംസ് റാഫേൽ മുതലാളിയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് അവനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിന്റെ അപ്പച്ചൻ്റെ കാല് രണ്ടും മുറിച്ച് കളഞ്ഞാലേ അങ്ങേര് രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ അയാളതിനെ സമ്മതിക്കുന്നില്ല. നീ അയാളെ നിർബന്ധമായിട്ട് സമ്മതിപ്പിക്കണം. നിന്റെ അപ്പനല്ലേ, നീ പറഞ്ഞാൽ കേട്ടേക്കും. കാല് മുറിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമോ? അക്കാര്യത്തിൽ സംശയം വേണ്ട. ജെയിംസ് ഉടൻ റാഫേൽ മുതലാളിയെ സമീപിച്ചു. അപ്പച്ചൻ്റെ കാല് രണ്ടും മുറിക്കാതെ രക്ഷയില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്നോടും പറഞ്ഞതാ. ഞാൻ സമ്മതിച്ചില്ല. കാല് മുറിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന്. മരിക്കട്ടടാ. കല്ലറക്കൽ റാഫേലിനെ കാലില്ലാത്തവനായിട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടതാ. അപ്പച്ച, കാലാണോ പ്രധാനം? ജീവനല്ലേ ഏറ്റവും വലുത്. ഇനി ജീവിച്ചിട്ടും കാര്യമില്ല മോനെ. ജീവിതം കുറേ ആസ്വദിച്ചവനല്ലേ ഞാൻ. രണ്ട് കാലുകൾ നിവർന്നേ ഞാൻ നടന്നിട്ടുള്ളൂ. എതിരില്ലാത്തവനായിട്ട് ജീവിച്ചവനാ ഞാൻ. ഇപ്പോൾ ഞാൻ തോറ്റുപോയി. എൻ്റെ എതിരാളി എന്നെ തോൽപ്പിച്ചു, എന്നെ തകർത്തു. തകർന്ന നിലയിൽ ജീവിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയരുത് അപ്പച്ച. അപ്പച്ചൻ ജീവിച്ചിരിക്കണം. നിർബന്ധിക്കരുത് മോനെ. എനിക്ക് ജീവിതം മടുത്തു. ഇനി കല്ലറക്കൽ തറവാട്ടിൽ ശേഷിക്കുന്ന ഒരേ ഒരു ആൺതരി നീ മാത്രമാണ്. നീ നമ്മുടെ വംശം നിലനിർത്തണം. നമ്മുടെ ആൾബലവും ബന്ധുബലവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ ചീത്ത സ്വഭാവങ്ങളൊക്കെ കളഞ്ഞ് നല്ലവനായിട്ട് ജീവിക്കാൻ നോക്കണം. നമ്മുടെ നല്ല കാലം പോയി. അക്രമം കാണിച്ചാൽ ഇനി ആളുകൾ കൈവയ്ക്കാൻ മടിക്കുകയില്ല. പഴയ വൈരാഗ്യക്കാർ തട്ടിക്കളയാനും സാധ്യതയുണ്ട്. അതിനാൽ നീ മര്യാദക്കാരനായി ജീവിക്കണം. അപ്പോഴേക്കും വേദന കടുത്തു. റാഫേൽ മുതലാളി ഞെളിഞ്ഞു പിരിഞ്ഞ് കരയാൻ തുടങ്ങി. ജെയിംസിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് അയാൾ വളഞ്ഞു കുത്തി. അയാളുടെ കണ്ണുകളിൽ നിന്നും കുടുകുടെ കണ്ണുനീരൊഴുകി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് സംഘം തിളവെടുപ്പിനായി ഹോസ്പിറ്റലിൽ വന്നു. അവരോടൊപ്പം റോബിയും ഉണ്ടായിരുന്നു. റാഫേൽ മുതലാളി ഒന്നും മറച്ചു വയ്ക്കാതെ സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. പോലീസ് അതെല്ലാം രേഖപ്പെടുത്തി. അതിനുശേഷം പുറത്തേക്ക് പോയി. റാഫേൽ മുതലാളി ഒരു നേഴ്സിനെ വിളിച്ചു. പോലീസിൻ്റെ കൂടെ റേഞ്ചർ റോബി എന്നൊരാളുണ്ട്. അയാളെ ഒന്ന് വിളിപ്പിക്കാമോ? നേഴ്സ് ഉടൻ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നു. ആരാ ഇക്കൂട്ടത്തിൽ റേഞ്ചർ റോബി? ഞാനാ. റോബി നേഴ്സിനെ തുറച്ചു നോക്കി. കല്ലറക്കൽ റാഫേലിനെ നിങ്ങളെ കാണണമെന്ന്. റോബി ഒരു നിമിഷം സംശയിച്ചു നിന്നു. കൂടെയുള്ള പോലീസുകാരെ നോക്കി. അയാൾക്ക് വല്ലതും പറയാൻ കാണും. ചെല്ല്, CI നിർദ്ദേശിച്ചു. റോബി നേഴ്സിനോടൊപ്പം ചെന്നു. അവർ റാഫേൽ മുതലാളി കിടക്കുന്നിടത്തേക്ക് ചെന്നു. നേഴ്സ് ഉടനെ പുറത്തേക്ക് വന്നു. റാഫേൽ മുതലാളി ദയനീയമായി റോബിയെ നോക്കി. അയാളുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? റോബി പരുഷമായി ചോദിച്ചു. എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എത്രയും വേഗം പറഞ്ഞു തുലക്കണം. ജോലി തിരക്കുള്ളവനാ ഞാൻ. റോബി, ഞാനും എൻ്റെ മക്കളും നിന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. നിൻ്റെ കുടുംബം ഞങ്ങൾ തകർത്തു. നിൻ്റെ പെങ്ങളെ വഴിയാധാരമാക്കി. നിന്നെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പോൾ അതിനെല്ലാം ഭയങ്കര തിരിച്ചടി കിട്ടി. ദൈവശിക്ഷയാവാം, നിന്നെയും കുടുംബത്തിൻ്റെയും ശാപമാകാം, നിൻ്റെ പ്രതികാരത്തിൻ്റെ ശക്തിയാകാം. ഞങ്ങൾ കല്ലറക്കന്മാർ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. പെട്ടെന്നുണ്ടായ വേദനയിൽ ഒന്ന് പുളഞ്ഞ ശേഷം ക്ഷമാപണ സ്വരത്തിൽ അയാൾ തുടർന്നു. ഇരട്ടി ശക്തിയിൽ നീ ഞങ്ങളോട് പ്രതികാരം ചെയ്തു. എൻ്റെ 2 ആൺമക്കൾ നഷ്ടപ്പെട്ടു. മകൾ ഭ്രാന്തിയായി. ഞാനാണെങ്കിൽ മരണം കാത്തു കിടക്കുന്നു. ദൈവത്തെ ഓർത്ത് നീ ഇത് ഇവിടം കൊണ്ടെങ്കിലും നിർത്തണം. ഞാൻ നിൻ്റെ കാല് പിടിച്ച് കരഞ്ഞ മാപ്പ് പറയാം. ഇനി നീ ഞങ്ങളോട് പ്രതികാരം ചെയ്യരുത്. നിങ്ങളെ വെറുതെ വിടാനോ? ഞാൻ അനുഭവിച്ചതിൻ്റെ 4-1 നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. അത് ഞാൻ അനുഭവിപ്പിക്കും. എന്നിട്ടേ ഞാൻ മനസ്സ് തുറന്ന് ചിരിച്ചിക്കൂ. റോബി, ഞാൻ നിൻ്റെ മുമ്പിൽ താണു വീണ് അപേക്ഷിക്കുകയാണ്. ജെയിംസിനെ കൊല്ലരുത്. എനിക്കിനി അവൻ മാത്രമേ മകനായിട്ടുള്ളൂ. അവനോട് നീ പ്രതികാരം ചെയ്യരുത്. അവന് മാപ്പ് കൊടുത്ത് നീ വെറുതെ വിടണം. ശത്രുവാണെങ്കിലും തോറ്റ് കാൽച്ചുവീട്ടിൽ വീണ് കിടന്ന് ദയയ്ക്ക് വേണ്ടിയിട്ട് കെഞ്ചുന്ന ഒരപ്പൻ്റെ അപേക്ഷയാ മോനെ ഇത്. എൻ്റെ 2 ആൺമക്കളെ നീ കൊന്നില്ലേ? ശേഷിച്ചവൻ്റെ ജീവനെങ്കിലും വിട്ടതാ. അവന് ഞാൻ വെറുതെ വിടില്ല റാഫേൽ. എൻ്റെ പെങ്ങളെ പിഴപ്പിച്ച് വഞ്ചിച്ച് പുറംതള്ളിയനാണവൻ. അവളുടെ ജീവിതം തകർത്തവനാണവൻ. ഒരു കാലത്തും ഞാനവന് മാപ്പ് കൊടുക്കില്ല. ദൈവം നേരിട്ട് പറഞ്ഞാലും ശരി. റോബി, നീ അവൻ്റെ ജീവൻ എടുക്കരുത്. വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. എടോ കല്ലറക്കൽ റാഫേൽ, അവൻ നശിപ്പിച്ച് തൊഴിച്ചെറിഞ്ഞ എൻ്റെ പെങ്ങളുടെ ജീവിതം ഇവിടെ. അതവൾക്ക് വീണ്ടെടുത്ത് കൊടുക്കാൻ തൻ്റെ മകന് സാധിക്കുമോ? എന്നാൽ ഞാൻ അവന് മാപ്പ് കൊടുക്കാം. തൻ്റെ മകനത് സാധിക്കില്ലല്ലോ. പൂവോ? ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഞാൻ എൻ്റെ ചെരുപ്പിന് കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും. അതുപോലെ തന്നെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ നിങ്ങൾ ചതിച്ചൊരു ഭ്രാന്തിയാക്കി എവിടെയോ കൊണ്ടുപോയി തള്ളി. നിങ്ങളുടെ മകളാണെങ്കിലും എന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചവളായിരുന്നു അവൾ. അവളുടെ സ്നേഹവും ജീവിതവും തിരിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ ഞാൻ കല്ലറക്കൽ കുടുംബത്തിന് മാപ്പ് നൽകാം. റാഫേൽ മുതലാളിക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. അയാൾ നിറകണ്ണുകളോടെ മുഖം തിരിച്ചു. അയാളുടെ ദയനീയമായ നോട്ടം ചുവരിലേക്ക് പാളി വീണു. റാഫേൽ മുതലാളിയുടെ അവസ്ഥ അങ്ങേയറ്റം ഗുരുതരമായി തീർന്നു.
ആദ്യം 2 കാലിലും ബാധിച്ചിരുന്ന പഴുപ്പ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നു. ഇനി കാലുകൾ മുറിച്ചു മാറ്റിയാലും രക്ഷയില്ലെന്നായി. ഇടയ്ക്കിടെ റാഫേൽ മുതലാളിയുടെ ബോധം നഷ്ടപ്പെട്ടു. കഠിനമായ പനിയും ബാധിച്ചു. ഒരു വേള ബോധമുണർന്നപ്പോൾ അയാൾ ജെയിംസിനെ വിളിച്ചു. ജെയിംസ് അരികിലെത്തി. "അപ്പച്ചൻ എന്നെ വിളിച്ചോ?" എന്താ അപ്പച്ച?" "എൻ്റെ മരണം അടുത്തു മോനെ. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്." "എന്തുവാ?" "ഞാൻ റോബിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ അവനോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ ഞാൻ ക്ഷമ പറഞ്ഞു. നിന്നെ ഒന്നും ചെയ്യരുതെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവൻ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറല്ല." "അവൻ എന്താ പറഞ്ഞത്?" "സോഫിയുടെ സ്നേഹവും ജീവിതവും അവന് തിരിച്ചു കൊടുക്കണമെന്ന്." "പിന്നെ?" "അവൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് നീയല്ലേ. അവളുടെ നഷ്ടപ്പെട്ട ജീവിതം വീണ്ടെടുത്ത് കൊടുക്കണമെന്ന്." "എന്നിട്ട്?" "ഇല്ലെങ്കിൽ അവൻ നിന്നോട് പ്രതികാരം ചെയ്യും. നിന്നെ അവൻ്റെ ചെരുപ്പിനടിയിലിട്ട് ചവിട്ടി അരയ്ക്കുമെന്ന ശപഥം." ജെയിംസിൻ്റെ മുഖത്ത് പേടിയുടെ വിളർച്ച ബാധിച്ചു. "ഞാൻ എന്തു ചെയ്യൂ അപ്പച്ച? അവൻ ആവശ്യപ്പെട്ടതൊക്കെ അവന് സാധിച്ചു കൊടുക്കുക." "അതെങ്ങനെ സാധിക്കും?" "സാധിക്കണം. സീന എവിടെയാണെന്നോ അവൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ നമുക്കറിയില്ലല്ലോ. അന്വേഷിച്ച് കണ്ടുപിടിക്കണം." "എവിടെ ചെന്ന് അന്വേഷിക്കും?" "എടക്കാട് എന്നൊരു സ്ഥലത്തെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ?" "ഉണ്ട്. ഇവിടുന്ന് 10-30 മൈൽ അകലെയാണ്. എടക്കാട് ഗ്രാമത്തിൽ എവിടെയോ സീന ഉണ്ടെന്നാണ് എൻ്റെ ഊഹം." "അപ്പച്ചൻ എങ്ങനെ അറിയാം?" "കഴിഞ്ഞ കൊല്ലം എടക്കാട്ട് വെച്ച് ഞാൻ അവളെ കണ്ടു. ഒരാവശ്യത്തിന് എടക്കാട്ട് ഇടവക വികാരിയെ ഞാൻ കാണാൻ പോയതായിരുന്നു. പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്നവരുടെ കൂട്ടത്തിൽ സീനയെ കണ്ടു. അവൾ എന്നെയും കണ്ടു. അവളാണോ എന്ന് തിരിച്ചറിയാൻ ഞാൻ ജീപ്പ് നിർത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതവൾ തന്നെയായിരുന്നു. പെട്ടെന്ന് അവൾ ആളുകൾക്കിടയിൽ മറിഞ്ഞു കളഞ്ഞു." "എടക്കാട്ട് ചെന്നാലും അവൾ എവിടെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും?" "അന്വേഷിക്കണം. പലരോടും ചോദിക്കണം." "അപ്പച്ചൻ കഴിഞ്ഞ കൊല്ലമല്ലേ അവളെ കണ്ടത്. ഇപ്പോഴും അവൻ എടക്കാട്ട് തന്നെ കാണുമെന്ന് ഉറപ്പില്ലല്ലോ." "അവൾ അവിടെ ഇല്ലെങ്കിൽ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അന്വേഷിക്കണം. എന്നിട്ട് അതനുസരിച്ച് നീങ്ങണം. ഇവിടുന്ന് പോകുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നില്ലേ? ഇപ്പോഴവൾക്കൊരു കൊച്ചു കാണുകയില്ലേ? ഉണ്ടെങ്കിലെന്താ? നിന്റെ സന്തതിയല്ലേ. അവളെയും കൊച്ചിനെയും കൂടി നീ സ്വീകരിക്കണം. എന്നിട്ട് അവളെ ഭാര്യയായി അംഗീകരിച്ച് 5 കണ്ടത്തിലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി മാന്യം മര്യാദയ്ക്ക് ജീവിക്കണം." "അപ്പച്ച, ഞാൻ ചെന്ന് വിളിച്ചാലും അവൾ വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഞാൻ അവളെ ഗർഭിണിയാക്കി പുറന്തള്ളിയവനല്ലേ. അവൾക്ക് എന്നോട് ഭയങ്കര വെറുപ്പും വൈരാഗ്യവുമായിരിക്കും. നീ ചെന്ന് അവളെ കണ്ട് അവളോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ തീരാനുള്ളതേ ഉള്ളൂ എല്ലാം. നിന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ നിന്നോട് ക്ഷമിക്കും. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിൻ്റെ അപ്പനെ തീർത്തും തള്ളിക്കളയാൻ മനസ്സ് വരികയില്ല." ഒന്ന് നിർത്തിയിട്ട് അയാൾ തുടർന്നു. "നീ ആദ്യം റോബിയെ ചെന്ന് കാണുകയാണ് വേണ്ടത്. ചെയ്ത ദ്രോഹത്തിനൊക്കെ അവനോട് ക്ഷമ പറയൂ. എന്നിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് വേണം സീനയെ കാണാൻ പോകാൻ." "ശരി. ഇനി മറ്റേ കാര്യം എങ്ങനെയാ? റോബിയുടെ 2ാമത്തെ ഡിമാൻഡ്?" "സോഫിയുടെ കാര്യമല്ലേ. അവളോട് നമ്മൾ ദ്രോഹമാ ചെയ്തത്. എൻ്റെ മോളെ ഞാൻ ഒരുപാട് തീ തീറ്റിച്ചു. ഒടുവിലൊരു ഭ്രാന്തിയാക്കി. ഇനി അവൾക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുമോ എന്ന് ആർക്കറിയാം. റോബി ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ ഒരുപക്ഷെ അവളുടെ മനസ്സ് നേരെയായെങ്കിലോ?" "അത് ശരിയാ. എന്നാൽ ഒരു ദിവസം നീ സോഫിയുടെ അടുത്തൊന്ന് പോ. റോബി ജീവനോടെയുണ്ടെന്ന വിവരം അവളെ അറിയിക്ക്. എന്തുണ്ടാകുമെന്നറിയാലോ. എന്തായാലും ഇപ്പോഴത്തെ ഭ്രാന്ത് കൂടാനൊന്നും പോകുന്നില്ല." "ശരി അപ്പച്ച." ജെയിംസ് മുറിയിൽ നിന്നിറങ്ങി. പിറ്റേ ദിവസം ജെയിംസ് റോബിയെ കാണാൻ ചുരുളിക്കാട്ടേക്ക് ചെന്നു. റേഞ്ച് ഓഫീസിൽ ചെന്ന് റോബിയെ കണ്ടു. ജെയിംസിനെ കണ്ടപ്പോൾ റോബിയുടെ മുഖം പ്രതികാര രുദ്രമായി. "എന്താ കാര്യം?" "ഞാൻ റോബിയെ കാണാൻ വന്നതാ." "മനസ്സിലായി. കാര്യം എന്താണെന്ന് പറഞ്ഞു." "ഞാൻ റോബിയോടും റോബിയുടെ കുടുംബത്തോടും വളരെ ദ്രോഹം ചെയ്തു. എനിക്ക് മാപ്പ് തരണം. എന്നോട് പൊറുക്കണം. നിനക്ക് ജീവിക്കണമെന്ന് ആശയുണ്ട് അല്ലേടാ? എന്നെ കൊല്ലരുത്. ഞാൻ ഇനി മുതൽ മര്യാദക്കാരനായി ജീവിച്ചോളാം." "അപ്പോൾ നിനക്ക് മരണത്തെ പേടിയാണ് ഇല്ലേ? എത്രയെത്ര പാവങ്ങളെ കൊന്നിട്ടുണ്ടടാ നീയൊക്കെ കൂടി. ജീവൻ ഇത്ര വിലപിടിച്ച സാധനമാണെന്ന് അന്നൊന്നും നീ ഓർത്തില്ല അല്ലേടാ?" "എടാ, പണക്കാരൻ്റെ ജീവനും പാവപ്പെട്ടവൻ്റെ ജീവനും ഒരേ വില തന്നെയാ. രണ്ടും ദൈവം ഒരേപോലെ തരുന്നതാ. മനസ്സിലായോടാ?" "എനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും ഞാൻ പഴയ ചെയ്തികളൊന്നും ആവർത്തിക്കുകയില്ല. എന്നോട് ക്ഷമിക്കണം. എൻ്റെ പെങ്ങളുടെ ജീവിതം തുലച്ചവനല്ലേടാ നീ. നിന്നോട് ക്ഷമിക്കാനോ?" "ശരിയാ, ഞാൻ അവളെ വഞ്ചിച്ചു. പക്ഷേ അവൾക്ക് നഷ്ടപ്പെട്ട ജീവിതം വീണ്ടെടുത്ത് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ തയ്യാറാ." "അതിന് സീന എവിടെ? നീയൊക്കെ കൂടി എൻ്റെ പെങ്ങളെ എന്തു ചെയ്തു?" "അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എടക്കാട്ട് വെച്ച് കഴിഞ്ഞ കൊല്ലം കണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു." ജെയിംസ് റാഫേൽ മുതലാളി നൽകിയ വിവരങ്ങൾ റോബിക്ക് കൈമാറി. റോബി കസേരയിൽ നിന്ന് ചാടി എണീറ്റു. "എൻ്റെ പെങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്നോ? ഇപ്പോൾ തന്നെ എനിക്ക് അവളെ കാണണം. നീയും വാ, ഉടൻ പുറപ്പെടണം." റോബി ഉടനെ ജീപ്പ് ഇറക്കി. ജെയിംസിനെയും കയറ്റി അവൻ നേരെ എടക്കാട്ടേക്ക് ജീപ്പ് ഓടിച്ചു. ജീപ്പ് അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്നു. "എടക്കാട്ട് ചെന്നാൽ നമ്മൾ ആരോട് അന്വേഷിക്കും?"
ജീപ്പ് ഓടിക്കുന്നതിനിടയിൽ റോബി ചോദിച്ചു. അതൊരു വിഷയമാണ്. ഓരോ വീട് കയറി ചോദിക്കാം, അല്ലാതെ എന്ത് ചെയ്യും? ഒരു നിമിഷം ആലോചിച്ച ശേഷം ജെയിംസ് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ എടക്കാട്ടുപള്ളിയിലെ വികാരിയച്ഛനെ ചെന്ന് കാണാം. അച്ഛന് ഇടവകയിൽ നടക്കുന്ന ഒരുമാതിരി കാര്യങ്ങളൊക്കെ അറിയാം. അതൊരു നല്ല ഐഡിയ ആണെന്ന് റോബിക്ക് തോന്നി. അവർ എടക്കാട്ട് ഇടവക പള്ളിയിലെത്തി. പള്ളിയുടെ മുറ്റത്ത് ജീപ്പ് നിർത്തിയ ശേഷം അവർ വികാരിയച്ഛൻ്റെ മുറിയിലേക്ക് പോയി. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. റേഞ്ചറെ കണ്ട് അച്ഛൻ ആദ്യം ഒന്ന് അമ്പരന്നു. ഇരിക്ക് ഇരിക്ക്, അച്ഛൻ കസേരകൾ ചൂണ്ടിക്കാണിച്ചു. റോബിയും ജെയിംസും ഇരുന്നു. ഒറ്റ അല്ലേ? അച്ഛൻ റോബിയോട് ചോദിച്ചു. ഒറ്റോ? എന്തോന്നൊറ്റ? ഞാൻ കാട്ടിൽ നിന്ന് രഹസ്യമായിട്ട് ഇത്തിരി തടി മുറിപ്പിച്ചു. എനിക്ക് മണിമാളിക പറയാനൊന്നുമല്ല. ഇവിടെ അക്ഷരമറിയാത്ത കുറേ പിഞ്ചുകുട്ടികളുണ്ട്. അവരെ ഒന്നിച്ചിരുത്തി 4-5 അക്ഷരം പഠിപ്പിക്കാൻ ഞാൻ ഒരു ഷെഡ് കെട്ടണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. കുറച്ച് രൂപ നാട്ടുകാരിൽ നിന്നും പിരിച്ചുണ്ടാക്കി. ഇവിടെ പണക്കാർ കുറവാ, കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്നവരാ. തടി മേടിക്കാൻ കാശ് തികഞ്ഞില്ല. അതുകൊണ്ടാണ് വനത്തിൽ കയറിയത്. ആരും ഒറ്റുകേലെന്നാണ് വിചാരിച്ചത്. എല്ലാം കൂടി 1000 രൂപയുടെ തടി കാണും. പാരീഷ് ഹാളിൻ്റെ പിന്നാമ്പുറത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പിടിച്ചെടുത്ത് കേസാക്കാം. എന്നാലും ഒരു അപേക്ഷ, ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത്. കുറേ പാവപ്പെട്ട പിള്ളേരുടെ ഭാവി. അച്ഛൻ പേടിക്കണ്ട, റോബി ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞങ്ങൾ തടി പിടിച്ച് കേസാക്കാനൊന്നും വന്നതല്ല. അച്ഛൻ പറഞ്ഞപ്പോഴാണ് അതേക്കുറിച്ച് അറിയുന്നത് തന്നെ. അയ്യയ്യോ, അപ്പോൾ ഞാൻ തന്നെ എന്നെ ഒറ്റ കൊടുത്തതുപോലായല്ലോ. അച്ഛൻ പേടിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? തടിയും പിടിച്ച് കേസാക്കിയേല, ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ വന്നതെന്ന് പറയേ. കുറേ കാലം മുമ്പ് സീന എന്നൊരു പെൺകുട്ടി 5 കണ്ടത്തിൽ നിന്ന് ഈ ഇടവകയിലേക്ക് പോന്നിരുന്നു. അച്ഛൻ അതേക്കുറിച്ച് വല്ല അറിവുമുണ്ടോയെന്നറിയാൻ. സീന. അച്ഛൻ്റെ നെറ്റി ചുളിഞ്ഞു. അദ്ദേഹം ആലോചനാ നിമഗ്നനായി. ഉവ്വല്ലോ, ഒരു അനാഥ പെണ്ണ്. അച്ഛൻ അവളെ കണ്ടിട്ടുണ്ടോ? ഉവ്വ്, അവൾ ആദ്യം എൻ്റെ അടുത്തേക്കാണ് വന്നത്, ഒരു സന്ധ്യാനേരത്ത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മുഷിഞ്ഞു കീറിയ വേഷത്തിലാകെ വിളറി ക്ഷീണിച്ച് അവശയായി, നിവർന്നു നിൽക്കാൻ പോലും കെൽപ്പില്ലാതെ പ്രാഞ്ചിയാണ് അവൾ നടന്നു വന്നത്. പള്ളിനടയിൽ അവൾ തളർന്നു വീഴുകയായിരുന്നു. ഞാനും കപ്പ്യാരും ഇവിടുത്തെ ജോലിക്കാരും കൂടി അവളെ എടുത്ത് ആശുപത്രിയിലാക്കി. ബോധം വീണപ്പോൾ സംസാരിക്കാനുള്ള കരുത്ത് കിട്ടിയപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ ദുരന്തകഥ മുഴുവൻ എന്നോട് പറഞ്ഞു. 5 കണ്ടത്തിലേക്ക് അവളുടെ കുടുംബം കുടിയേറിയത്, അമ്മയുടെയും അഞ്ചത്തിയുടെയും മരണം, അവളുടെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ആങ്ങളയെ പണക്കാരും ദുഷ്ടന്മാരുമായിരുന്ന കല്ലർക്കന്മാർ വനത്തിൽ കൊണ്ടുപോയി ചതിച്ചു കൊന്നത്, അതിലൊരുത്തൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ പിഴപ്പിച്ച് ഗർഭിണിയാക്കിയത്, ആ ഷോക്കിൽ അവളുടെ അപ്പൻ മരിച്ചത്, കല്ലർക്കന്മാർ അവളെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കി വിട്ട് വീട് ഇടിച്ചു നിർത്തിയത്, അന്ന് രാത്രി ആരും അറിയിക്കാതെ അവൾ ഒളിച്ചോടിയത്. പാവം, ചെറിയ പ്രായത്തിനുള്ളിൽ എന്തെല്ലാം ദുരന്തങ്ങൾ അനുഭവിച്ചു. അച്ഛനൊന്നു നിർത്തി. ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം തുടർന്നു. അവൾ പ്രസവിക്കുന്നത് വരെ ഇവിടുത്തെ മഠത്തിൽ ഒരു ജോലിക്കാരിയായി കഴിഞ്ഞുകൂടി. ചെറിയൊരു മഠമാണ് ഇവിടത്തേത്. 4-5 കന്യാസ്ത്രീകളുണ്ട്. അവരാണ് പ്രൈമറി സ്കൂൾ ഉണ്ടാക്കാൻ പ്രോത്സാഹിക്കുന്നത്. അവൾക്കൊരു ജോലിക്കാരി ആവശ്യമുണ്ടായിട്ടല്ല. സീനയുടെ കഥ കേട്ട് മനസ്സലിഞ്ഞ് അവളെ കൂടെ കൂട്ടിയെന്ന് മാത്രം. സീന പ്രസവിച്ചു. ആരോഗ്യവാനും മിടുക്കനുമായ ഒരു ആൺകുഞ്ഞിനെ. ഇപ്പോഴവൻ ഓടിച്ചാടി നടക്കാറായിട്ടുണ്ടാകും. സന്തോഷ പാരവശ്യങ്ങൾ കൊണ്ട് റോബിയുടെ മുഖം ചുവന്നു തുടുത്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ജെയിംസിൻ്റെ മുഖം ഉത്കണ്ഠാഭരിതമായിരുന്നു. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. അവളെ അന്വേഷിക്കാൻ എന്താ കാരണം? ഫാദർ, ഞാൻ അവളുടെ ആങ്ങളെയാണ്. റോബിയോ? അതെ ഫാദർ. നിങ്ങൾ കൊല്ലപ്പെട്ടെന്നാണല്ലോ സീന പറഞ്ഞത്. ഏറെക്കുറെ അങ്ങനെയായിരുന്നു. കല്ലറിക്കന്മാരുടെ കൊലക്കണിയിൽ ഞാൻ രക്ഷപ്പെട്ടു. ആ കഥ റോബി ചുരുക്കത്തിൽ പറഞ്ഞു. താൻ എങ്ങനെ ഒരു റേഞ്ചറായി എന്നതും അറിയിച്ചു. എല്ലാം ദൈവത്തിൻ്റെ മഹത്വം. അച്ഛൻ ആഹ്ലാദ ചിത്തനായി പറഞ്ഞു. മരിച്ചുപോയെന്ന് കരുതിയ ഒരാളെ നേരിട്ട് കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ആകട്ടെ, കൂടെയുള്ളത് ആരാണ്? ഇവനാണ് കല്ലറക്കൽ ജെയിംസ്, റോബി പറഞ്ഞു. സീനയെ വഞ്ചിച്ചു പുറന്തള്ളിയവൻ, ഞങ്ങളുടെ കുടുംബത്തോട് എന്നും ദ്രോഹം മാത്രം ചെയ്തവൻ. ജെയിംസിൻ്റെ തല കുനിഞ്ഞു. പിശാചുക്കൾ നരകത്തിലല്ല, ഭൂമിയിൽ തന്നെയാണ് താമസമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായത് കല്ലറക്കന്മാരെക്കുറിച്ച് കേട്ടപ്പോഴാണ്. അവരിലൊരുത്തനല്ലേ നീ? നിനക്ക് എങ്ങനെ ഇത്ര ക്രൂരനും ദുഷ്ടനുമാകാൻ കഴിയുന്നു? ക്ഷമിക്കണം ഫാദർ, ജെയിംസ് പശ്ചാത്താപ വിവശനായി പറഞ്ഞു. ഞങ്ങളുടെ കുടുംബം പലരോടും ഒരുപാട് ദ്രോഹം ചെയ്തു. എൻ്റെ ജ്യേഷ്ഠനും അനുജനും കൊല്ലപ്പെട്ടു. എൻ്റെ അപ്പച്ചൻ മരണക്കിടക്കയിലാണ്. ഞാൻ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. ഞങ്ങൾ മറ്റുള്ളവരോട് ചെയ്ത ദ്രോഹത്തിന് ദൈവം തന്ന ശിക്ഷയാണിതെന്ന് എനിക്കറിയാം. നീ സീനയോട് ചെയ്തത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ്.
എനിക്കതിൽ മനസ്താപമുണ്ടച്ചോ. ഞാനവളെ ചതിച്ചു, ഗർഭിണിയാക്കി ഉപേക്ഷിച്ചു. അതെല്ലാം ഭയങ്കര തെറ്റായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാൻ ഞാനിന്ന് തയ്യാറാണ്. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്, സീതയെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ. ഇനി ഒരിക്കലും ഞാൻ പഴയതൊന്നും ആവർത്തിക്കില്ല. അന്യരെ ദ്രോഹിച്ചതിന് പകരം അവർക്ക് നല്ല സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഇനിയുള്ള കാലം ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. നല്ലതു മകനെ, നീ നിന്റെ പ്രതിജ്ഞ നിറവേറ്റുമെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിച്ചു നിനക്ക് അനുഗ്രഹങ്ങൾ നൽകും. സീന എവിടെ ഫാദർ? എനിക്ക് എൻ്റെ സീനയെ കാണണം. അവളോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണം. എനിക്ക് അവളെയും എൻ്റെ കുഞ്ഞിനെയും വീണ്ടെടുക്കണം. എൻ്റെ പെങ്ങൾ എവിടെ ഫാദർ? അവളെ ഞങ്ങൾക്കിപ്പോൾ കാണണം. റോബി തിടുക്കം കൂട്ടി. അവളെ കാണാനൊക്കില്ല, ഫാദർ പറഞ്ഞു. അവൾ ഇവിടെയില്ല. ജെയിംസ് റോബിയെ സ്തബ്ധരായി. സീന ഇപ്പോൾ എവിടെയാണ് ഫാദർ? റോബി ഉത്കണ്ഠയോടെ ചോദിച്ചു. അവളെ ഇവിടുത്തെ മഠാധികൃതർ നാട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ വക ആശുപത്രിയിൽ അവൾ തൂപ്പുകാരിയായി പണിയെടുക്കുകയാണ്. തൂപ്പുകാരിയോ? ജെയിംസ് പുരുകം ചുളിച്ചു. അപ്പോൾ കുട്ടിയോ? കുട്ടിയും അവളുടെ കൂടെ തന്നെ. നേഴ്സുമാരുടെ ക്വാർട്ടേഴ്സിലാണ് അവൾ താമസിക്കുന്നത്. അപ്പച്ചൻ ആശുപത്രിയുടെ പേര് സ്ഥലവുമെല്ലാം വിശദമായി അവളെ ധരിപ്പിച്ചു. വൈകുന്നേരം. ജോലി കഴിഞ്ഞതേയുള്ളൂ. ആശുപത്രിയിലെ ക്ലോക്കിൽ മണി 5 അടിച്ചു. രോഗികളുടെ തിരക്ക് കുറഞ്ഞു വന്നു. സീന റൂമിൽ വന്ന് കയ്യും കാലും മുഖവും കഴുകി മുഷിഞ്ഞ വേഷം മാറി. എന്നിട്ട് കുറച്ചകലെയുള്ള കെയർ ഹോമിലേക്ക് പോയി. കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഉദ്യോഗസ്ഥകളായ വീട്ടമ്മമാർ തങ്ങളുടെ പിഞ്ചോമനകളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന സ്ഥലമാണിത്. അവിടെ 2 ആയമാരുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ കുട്ടികളെ പരിചരിക്കും. മാസം തോറും ഒരു തുക ഫീസായി കൊടുക്കണമെന്ന് മാത്രം. സീന എന്നും രാവിലെ ജോലിക്ക് കയറും മുമ്പ് കുഞ്ഞിനെ അവിടെ എത്തിക്കും. കൂടെ അവന് കഴിക്കാനുള്ള പാല്, ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആയെ ഏൽപ്പിക്കും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ചെന്ന് കൂട്ടിക്കൊണ്ടു പോരും. ഇതാണ് പതിവ്. വലിയൊരു ഹാളിലാണ് കുട്ടികളെ സൂക്ഷിക്കുന്നത്. പലതരത്തിലുള്ള തൊട്ടിലുകൾ മച്ചിലെ കൊളുത്തുകളിൽ നിന്നും തൂങ്ങിക്കിടക്കുന്നു. ഇടയ്ക്കിടെ കുട്ടികളുടെ ചിരിയും ചിണുങ്ങലും കളിക്കൊഞ്ചലുകളും, ഇടയ്ക്കിടെ ചിതറിക്കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ. സീന ഹാളിലേക്ക് കയറിയതും മമ്മി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഒരു കൊച്ചുമിടുക്കൻ വേച്ച് ഓടിയെത്തി. മോനെ! സീന അവനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ആയിയോട് പറഞ്ഞ ശേഷം അവൾ കുഞ്ഞിനെയും കൊണ്ട് താമസ സ്ഥലത്തേക്ക് പോയി. ചെന്ന് റൂമിൽ കയറിയുടൻ അവൻ ചിണുങ്ങി. മുലപ്പാലിന് വേണ്ടിയുള്ള ശാഠ്യമാണ്. ചെക്കൻ വളർന്ന ഒരു പോണ്ടൻ തടിയനായി. എന്നിട്ടിപ്പോഴും അമ്മിഞ്ഞപ്പാല് വേണം. കള്ളൻ. അവൾ അവൻ്റെ കവിളിൽ നുള്ളി. എന്നിട്ട് മുലപ്പാൽ കൊടുത്തു. മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞ് അവൻ അമ്മയോടൊപ്പം കുറേ സമയം കൊച്ചു കളികളിൽ മുഴുകി. കളിച്ച് തളർന്ന ശേഷം സീന അവനെ കുളിപ്പിച്ചു. മുടി ചീകി പൗഡർ ഇടിയിച്ചു. എന്നിട്ട് ഉറങ്ങാൻ കിടത്തി. പപ്പ എന്തിയെ മമ്മി? അവൻ കൊഞ്ചി ചോദിച്ചു. പപ്പ വരും മോനെ. എന്നാ? നാളെ. സന്തോഷത്തോടെ അവന് ഉറക്കമായി. എന്നും അവൻ പപ്പയെക്കുറിച്ച് സീനയോട് ചോദിക്കാതിരിക്കില്ല. കാരണം അവൻ്റെ കൂട്ടുകാർക്കെല്ലാം പപ്പയുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ പപ്പമാരാണ് വരാറ്. അവന് മാത്രം അങ്ങനെ ഒരാളില്ല. അതിലവന് വലിയ വിഷമവും സങ്കടവുമുണ്ട്. മമ്മിയോട് ചോദിക്കുകയേ നിർവാഹമുള്ളൂ. സീന അവനോട് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പപ്പ വളരെ അകലെയാണെന്നും അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു ദിവസം വരുമെന്നുമാണ്. എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നാളെ എന്ന് പറയും. അത്തരം നാളെകൾ അനേകം കടന്നുപോയി. എങ്കിലും മമ്മിയുടെ നാളെയിൽ അവന് വലിയ വിശ്വാസമാണ്. സീന അവനെ തലോടി ഉറക്കി. നേരം സന്ധ്യയാകുന്നതേ ഉള്ളൂ. 8 മണി വരെ അവൻ ഉറങ്ങിക്കോളും. 8 മണിക്കുണർന്ന് ആഹാരം കഴിച്ചാൽ പിന്നെ ഉറങ്ങാൻ 9:30 സീന കുഞ്ഞിനോട് ചേർന്ന് കിടന്നു. അവൾ ഓരോ ആലോചനകളിൽ മുഴുകി. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി തോന്നി. ആരുമില്ലാത്തവളാണ് താൻ. കുഞ്ഞിനെ പോറ്റണം. അവനെ വിദ്യാഭ്യാസം ചെയ്യിക്കണം. അവനൊരു നല്ല ഭാവി നേടിക്കൊടുക്കണം. അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത് പോലും. കുഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്നേ ആത്മഹത്യ ചെയ്തേനെ. അന്ന് രാത്രി 5 കണ്ടത്തിലെ കുഞ്ഞാപ്പു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആരും അറിയാതെ ഇറങ്ങിപ്പോന്നത് ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ടായിരുന്നു. അതിന് തുനിഞ്ഞതുമാണ്. പക്ഷേ ആത്മാവ് വിലക്കി. ഉള്ളിൽ നിന്ന് ആരൊക്കെയോ വിലക്കിക്കൊണ്ടിരുന്നു. രാത്രി മുഴുവൻ നടക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ എവിടെയോ എത്തി. നാടേതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ അറിയില്ലായിരുന്നു. പകലന്തിയോളം നടന്നൊരു പള്ളിയുടെ മുമ്പിലെത്തുന്നത് മാത്രം ഓർമ്മയുണ്ട്. അവിടുത്തെ വികാരിയച്ഛൻ നല്ലവനായിരുന്നു. തന്നെ രക്ഷിക്കാൻ ദൈവം അയച്ച പ്രതിനിധി. പിന്നെ മഠത്തിലെ കന്യാസ്ത്രീകൾ, തൻ്റെ കാവലിന് ദൈവം നിയോഗിച്ച മാലാഹമാർ. അന്നൊക്കെ വീർത്തു വരുന്ന ഉദരത്തിനോട് വെറുപ്പായിരുന്നു. അതിനുള്ളിൽ വളരുന്ന ജീവനെ അങ്ങേയറ്റം വെറുത്തു. ഉദരത്തിലത് ചലനം കൊള്ളുമ്പോൾ ആ ഭാഗം ഞെരിക്കാൻ വെമ്പൽ കൊണ്ടു.
പ്രസവം എടുത്തപ്പോൾ അതൊരു ചാപിള്ള ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. സർപ്പസന്തതികൾ മാത്രം ജനിക്കുന്ന കല്ലർക്കൽ കുടുംബത്തിലെ ഒരു വിഷസർപ്പത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ അറപ്പാണ് തോന്നിയത്. എന്നാൽ പ്രസവം കഴിഞ്ഞപ്പോഴോ മനസ്സെങ്ങനെ കടകം തിരിഞ്ഞു എന്നറിഞ്ഞുകൂടാ. ബോധം തെളിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് വേദനിപ്പിച്ച, അപമാനം വരുത്തിവെച്ച തൻ്റെ കുഞ്ഞിനെ, താൻ നൊന്തു പ്രസവിച്ച ചോര കുഞ്ഞിനെ കാണാൻ ആർത്തിയായിരുന്നു. ജീവിതത്തോടുള്ള മുഴുവൻ സ്നേഹവും ലക്ഷ്യവും പ്രതീക്ഷയുമെല്ലാം പൊടുന്നനെ ആ കുഞ്ഞിൻ്റെ നേർക്കൊഴുകി. ജീവനേക്കാൾ അധികമായി അതിനെ സ്നേഹിച്ചു. കഷ്ടപ്പെട്ടു പണിയെടുത്ത് അവനെ വളർത്തുന്നു. ഇതിനിടയിൽ അപമാനവും പരിഹാസവും പുച്ഛവും നിന്ദയും എല്ലാം സഹിക്കേണ്ടി വന്നു. ഇനിയും എന്തെല്ലാം സഹിക്കേണ്ടി വരും. എല്ലാം എൻ്റെ മകന് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ ഇനിയും സഹിക്കാനും കഷ്ടപ്പെടാനുമുള്ള ധൈര്യവും കരുത്തും താനേ ലഭിക്കുന്നു. മകൻ പപ്പയെ അന്വേഷിക്കുമ്പോഴെല്ലാം ആ വഞ്ചകൻ്റെ മുഖം ഓർമ്മയിലെത്തും. ജെയിംസിൻ്റെ മുഖം. കള്ളവാഗ്ദാനങ്ങൾ തന്ന് തൻ്റെ ചാരിത്രം അപഹരിച്ചവൻ, ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ തന്നെ നിഷ്കരണം ആട്ടിപ്പായിച്ചവൻ. ഇനി ആ മനുഷ്യനെ എന്തെങ്കിലും കണ്ടുമുട്ടേണ്ടി വന്നാൽ ആ മുഖത്ത് കാർക്കിച്ച് തുപ്പണമെന്ന് ശപഥമെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ആ വൈരാഗ്യവും വെറുപ്പും നിന്നയും എല്ലാം അലിഞ്ഞു തീർന്നിരിക്കുന്നു. കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ പപ്പയെ കാണണമെന്നാവശ്യപ്പെടുമ്പോൾ തളർന്നു പോകുന്നു. എന്നെങ്കിലും ജെയിംസിനെ കാണാതിരിക്കില്ല. അന്ന് പറയണം, നിങ്ങൾ നിഷ്കരണം പുറന്തള്ളിയെങ്കിലും ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ച് മാനമായിട്ട് വളർത്തിയെന്ന്. സീന കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു. അവൾ അത്താഴമുണ്ടാക്കാനുള്ള പണികൾ തുടങ്ങി. ആശുപത്രിയുടെ മുറ്റത്തേക്ക് ഒരു ജീപ്പ് ഇരുമ്പി പാഞ്ഞു വന്നു നിൽക്കുന്നത് സീന കണ്ടു. വല്ല രോഗികളെയും കൊണ്ട് വന്നതായിരിക്കുമെന്ന് കരുതി അവളത് ശ്രദ്ധിക്കാൻ പോയില്ല. റോബിയും ജെയിംസും വന്ന ജീപ്പായിരുന്നു അത്. അവർ ആശുപത്രിയിൽ കയറി സീനയെ അന്വേഷിച്ചു. അവൾ ക്വാർട്ടേഴ്സിലുണ്ടെന്നറിഞ്ഞ് അവർ അങ്ങോട്ട് തിരിച്ചു. സീനയുടെ മുറി ഏതെന്ന് മനസ്സിലാക്കിയ ശേഷം റോബി ജെയിംസിനോട് പറഞ്ഞു, നീ കുറേ സമയം പുറത്തു നിൽക്കണം, ഞാനവളെ ഒന്ന് കാണട്ടെ, പിന്നെ വിളിക്കാം. ജെയിംസ് റോബി സീനയുടെ വാതിലിൽ മുട്ടി വിളിച്ചു. സീന വന്ന് വാതിൽ തുറന്നു. വാതിൽക്കൽ നിൽക്കുന്ന ആളെ അവൾക്ക് ആദ്യം മനസ്സിലായില്ല. സീനെ. റോബി അവളെ അടിമുടി നോക്കി. സ്വരം അവൾക്ക് പരിചിതമായി തോന്നി. ഞാനാ മോളെ ഇത്. റോബിച്ചായൻ. അവൾ മന്ത്രിച്ചു. അതെ, ഞാൻ തന്നെ, നിന്റെ റോബിച്ചായൻ. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. സീനയുടെ മുഖത്ത് വിവിധ വികാരങ്ങൾ അലയടിച്ചുയർന്നു. മുഖം വിതുമ്പി വിറച്ചു. റോബി അകത്തേക്ക് കിടന്ന് അവളുടെ ചുമലിൽ കൈവച്ചു. എൻ്റെ റോബിച്ചായ. അവൾ അവൻ്റെ ദേഹത്തേക്ക് വീണ് ഏങ്ങലടിച്ച് കരഞ്ഞു. എൻ്റെ സീനമോളെ. റോബിച്ചായൻ ഇതുവരെ എവിടെയായിരുന്നു? അവൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. റോബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിമിഷങ്ങൾ കടന്നുപോയി. കരച്ചിൽ തെല്ലെന്നടങ്ങിയപ്പോൾ തൻ്റെ രക്ഷപ്പെടലിൻ്റെ കഥ റോബി ചുരുക്കി പറഞ്ഞു. റോബിച്ചായ, ഞാൻ. സീന പറയാൻ ആരംഭിച്ചു. റോബി തടഞ്ഞു. എല്ലാം എനിക്കറിയാം മോളെ, ഞാൻ അറിഞ്ഞു. എവിടെ എൻ്റെ മരുമകൻ? സീന കട്ടിലേക്ക് കൈ ചൂണ്ടി. മോൻ കിടന്നുറങ്ങുകയാണ്. റോബി നിറകണ്ണുകളോടെ അവൻ്റെ അടുത്ത് ചെന്നു. മതി വരുവോളം നോക്കി നിന്നു. കുഞ്ഞിനെ ഉമ്മ വയ്ക്കാൻ ഒരുങ്ങിയ ശേഷം അവനത് വേണ്ടെന്ന് വെച്ചു. മോൻ നല്ല ഉറക്കം, ഞാൻ ഉണർത്തുന്നില്ല. ഉണർന്നോട്ടെ, സാരമില്ല, സീന പറഞ്ഞു. വരട്ടെ, പുറത്തൊരാൾ കൂടി നിൽപ്പുണ്ട്, നിന്നെയും കുഞ്ഞിനെയും കാണാമെന്നതാ. ആരാ അത്? ഞാൻ വിളിക്കാം. റോബി പുറത്തേക്ക് ചെന്ന് ജെയിംസിനെ വിളിച്ചു. ജെയിംസേ, കയറി വാ. ജെയിംസ് കയറി ചെന്നു. സീന അയാളെ കണ്ട് അന്താളിച്ചു പോയി. ജെയിംസ്, കല്ലറക്കൽ റാഫേൽ മുതലാളിയുടെ മകൻ, തന്നെ വഞ്ചിച്ചവൻ, ആട്ടിപ്പായിച്ചവൻ, പക്ഷേ തൻ്റെ കുഞ്ഞിൻ്റെ അപ്പൻ. നിങ്ങൾ സംസാരിക്കാൻ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. റോബി തന്ത്രപൂർവ്വം രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു. രണ്ടുപേർക്കും പലതും പറയാനുണ്ടെന്ന് അവനറിയാം. പറഞ്ഞു തീർക്കട്ടെ, താനൊരു വിലങ്ങുതടിയാകണ്ട. സീനയുടെ ആദ്യത്തെ അന്താളിപ്പ് പെട്ടെന്ന് മാറി. അവളുടെ മുഖം ചുവന്നു, കണ്ണുകൾ ജ്വലിച്ചു. എന്തിനാ വന്നത്? കൊല്ലാനോ? അതോ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാനോ? മുമ്പായിരുന്നെങ്കിൽ ഒരാളെ കൊന്നാൽ മതിയായിരുന്നു. ഇനി നിങ്ങളുടെ മകനെ കൂടി കൊല്ലേണ്ടി വരും. സീനെ, കൊല്ലാൻ വന്നതല്ല ഞാൻ. പിന്നെ കലർക്കന്മാർക്ക് കൊല്ലും കൊലയുമല്ലേ വശമുള്ളൂ. കത്തിയും തോക്കുമല്ലേ അവരുടെ ജീവനോപാധി. ഒരിക്കൽ എന്നെ തൊഴിച്ചെറിഞ്ഞവനാണ് നിങ്ങൾ. പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്തില്ല. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവന് വേണ്ടി ജീവിക്കുകയാണ് ഞാൻ. ഇവിടെയെങ്കിലും ജീവിച്ചു പോകാൻ ഞങ്ങളെ അനുവദിക്കണം. സീനെ, നിന്നോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. മാപ്പ് ചോദിക്കാൻ കൂടി അർഹതയില്ലാത്ത വിധം നിന്നെ ഞാൻ ദ്രോഹിച്ചു. എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ്, നീ എന്നോട് ക്ഷമിക്കണം. ഇത് നിങ്ങളുടെ കള്ളത്തരമായിരിക്കും. ഒന്നാന്തര അഭിനയം. അല്ല സീനെ, അല്ല. നിന്നെ വേദനിപ്പിച്ചതിൽ ഞാനിന്ന് പശ്ചാത്തപിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടത്ര ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നീ എനിക്ക് മാപ്പ് തരണം. ഒരു ക്ഷമ ചോദിച്ചാൽ ഞാൻ അനുഭവിച്ച വേദനകളും ദുരന്തങ്ങളും മറക്കാൻ കഴിയുമെന്നാണോ നിങ്ങളുടെ വിചാരം? ഇല്ല സീനെ, എനിക്കറിയാം നീ എന്തുമാത്രം കഷ്ടത അനുഭവിച്ചെന്ന്. പക്ഷേ ക്ഷമ ചോദിക്കാനല്ലേ എനിക്ക് സാധിക്കൂ.
ക്ഷമിച്ചു എന്നൊരു വാക്ക് കേൾക്കുകയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഞാനത് പറഞ്ഞിരിക്കുന്നു. അത് പോരാ സീനെ, നിന്നെ എനിക്ക് വേണം, നമ്മുടെ കുഞ്ഞിനെ എനിക്ക് വേണം. നിന്നെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഞാൻ. ഇനി മുതൽ നമുക്കൊന്നിച്ച് ജീവിക്കാം. സീനയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഇല്ല, ഞാൻ വരില്ല. ഞാനും കുഞ്ഞും തനിയെ ജീവിച്ചു കൊള്ളാം. എങ്ങനെയെങ്കിലും, സീന പറഞ്ഞു. അവൻ അവളുടെ അടുത്ത് ചെന്നു അവളുടെ ഇരുതോളിലും കൈത്തലം അർപ്പിച്ചു. സീനെ, ഇന്നു മുതൽ നീ എൻ്റെ ഭാര്യയാണ്. നീ എൻ്റെ കൂടെ വരണം. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കുകയില്ല, എൻ്റെ മരണം വരെ. തളർന്നു വീണ സീനയെ അവൻ നെഞ്ചോട് ചേർത്തണച്ചു. സീനയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. റോബി സിഗരറ്റ് വാങ്ങി പുകച്ചുകൊണ്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. വാതിൽക്കലെത്തിയപ്പോൾ അകത്ത് അടുക്കി പിരിച്ചുള്ള കരച്ചിലും മന്ത്രണങ്ങളും കേട്ടു. സങ്കടം പറച്ചിലും സമാശ്വസിപ്പിക്കലും ആലിംഗനവും തലോടലുമൊക്കെയായി രണ്ട് ഹൃദയങ്ങൾ ഒന്നിക്കുകയാണ്. റോബി ഒന്ന് മുരടാനക്കിയിട്ട് അകത്തേക്ക് കയറി. ആശ്ലേഷബദ്ധരായി നിന്ന സീനയും ജെയിംസും പെട്ടെന്ന് അകന്നു മാറി. സീന കവിളിലെ കണ്ണീർ തിടുക്കത്തിൽ തുടച്ചു മാറ്റി. അപ്പോഴേക്കും കുഞ്ഞുണർന്നു കഴിഞ്ഞിരുന്നു. സീന ചെന്ന് മോനെ എടുത്തു. പറയാനുള്ളതെല്ലാം രണ്ടുപേരും പറഞ്ഞു തീർന്നോ? റോബി ചോദിച്ചു. സീന തലകുലുക്കി. മോനെ, ഇതാണ് മോൻ്റെ പപ്പ. സീന കുഞ്ഞിനെ ജെയിംസിനെ കാണിച്ചു കൊടുത്തു. കുഞ്ഞ് ഏതാനും നിമിഷം അവനെ ഉറ്റുനോക്കി. നേരാണോ മമ്മി? എൻ്റെ പപ്പയാണോ? അതേ മോനെ. അവൻ കൈ നീട്ടിക്കൊണ്ട് ജെയിംസിൻ്റെ നേർക്ക് ചാടി. പപ്പ, മോനെ. ജെയിംസ് അവനെ വാരിയെടുത്തു. കവളിലും നെറ്റിയിലും തുരുതുരാ ഉമ്മ വെച്ചു. സീനെ, നാളെ രാവിലെ നമുക്കിവിടെ നിന്ന് പുറപ്പെടണം. രാവിലെ തന്നെ ആശുപത്രി അധികൃതരെ കണ്ട് അനുവാദം വാങ്ങണം. മടങ്കാരുടെ അനുവാദം ഞങ്ങൾ മേടിച്ചു കൊള്ളാം. ഇന്ന് രാത്രി തന്നെ നിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു വെച്ചേക്ക്. ഞാനും ജെയിംസും ഇന്ന് രാത്രി ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കാൻ പോവുക, റോബി പറഞ്ഞു. അതാരാ മമ്മി? മോൻ്റെ ചോദ്യം. മോൻ്റെ അങ്കിളാ. റോബി അവനെ എടുത്ത് ലാളിച്ചു. പിന്നെ റോബിയും ജെയിംസും സീനയോട് യാത്ര പറഞ്ഞിറങ്ങി. അവർ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. നാളത്തെ പ്രോഗ്രാം എങ്ങനെയാ? റോബി ജെയിംസിനോട് ചോദിച്ചു. റോബിയുടെ ഇഷ്ടം പോലെ. എന്നാൽ ഞാൻ പറയാം. നാളെ തന്നെ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് ജെയിംസും സീനയും കൂടി വിവാഹം നടത്തുക. വിവാഹിതരായി വേണം നിങ്ങൾ 5 കണ്ടത്തിലെത്താൻ. പിന്നീട് എപ്പോഴെങ്കിലും സൗകര്യത്തിന് പള്ളിയിൽ വെച്ചുള്ള ചടങ്ങ് നടത്താം. എനിക്ക് സമ്മതം. പിറ്റേന്ന് സീന ഹോസ്പിറ്റലിലെ ജോലി ഉപേക്ഷിച്ചു. സഹപ്രവർത്തകരോടെല്ലാം യാത്ര പറഞ്ഞു. തന്നെ ആപത്ത് കാലത്ത് സഹായിച്ച കന്യാസ്ത്രീകളെ കണ്ട് നന്ദി പറഞ്ഞു. അന്ന് രാവിലെ തന്നെ ജെയിംസും സീനയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തു. അനന്തരം ജെയിംസ്, സീനയും കുഞ്ഞും റോബിയും കൂടി മെഡിക്കൽ കോളേജിലേക്ക് പോയി. റാഫേൽ മുതലാളിയെ കാണുക എന്നതാണ് പരിപാടി. റാഫേൽ മുതലാളി മരണാസന്നനായി കിടക്കുകയായിരുന്നു. ജെയിംസ് സീനയെയും കുഞ്ഞിനെയും കൂട്ടി മുതലാളിയുടെ അരികെ ചെന്നു. അപ്പച്ച, ഇതാ സീന, ഇതാണ് എൻ്റെ മോൻ, ജെയിംസ് പറഞ്ഞു. റാഫേൽ മുതലാളി സീനയെ ദയനീയമായി നോക്കി. എന്തോ പറഞ്ഞുവെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. അയാൾ സീനയുടെ നേർക്ക് കൈകൂപ്പി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പപേക്ഷിക്കുകയാവാം. തന്നെ ഒരുപാട് ദ്രോഹിച്ചവനാണെങ്കിൽ കൂടിയും സീനയ്ക്കപ്പോൾ വല്ലായ്മ തോന്നി. റാഫേൽ മുതലാളി ബന്ധപ്പെട്ട് കൈയുയർത്തി ജെയിംസിൻ്റെ കുഞ്ഞിൻ്റെ കവിളിൽ തലോടി. കുഞ്ഞിനോട് എന്തോ പറയാൻ ഭാവിച്ചു. അയാളുടെ ചുണ്ടുകളും കവിളും വിതുമ്പി വിറച്ചു. അപ്പച്ച, സീനയെയും കുഞ്ഞിനെയും ഞാൻ സ്വീകരിച്ചു. ഞാനും സീനയും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് നടത്തി. റാഫേൽ മുതലാളി മെല്ലെ തലയാട്ടി. നന്നായി മകനെ എന്നർത്ഥം വരുന്ന ഒരു നോട്ടം. അയാൾ ജെയിംസിനെയും റോബിയെയും സീനയെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ കണ്ണുകൾ അടഞ്ഞു. അയാൾ ബോധരഹിതനായി. വൈകുന്നേരത്തോടെ റാഫേൽ മുതലാളി മരിച്ചു. അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു മരണവും. രാത്രി തന്നെ ജീപ്പിൽ റാഫേൽ മുതലാളിയുടെ മൃതദേഹം 5 കണ്ടത്തിലെത്തിച്ചു. പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ് മൃതദേഹം 5 കണ്ടം പള്ളി സിംസ്തേരിയിൽ സംസ്കരിച്ചു. സംസ്കാര ചടങ്ങിന് വളരെ കുറച്ചു പേരേ ഉണ്ടായിരുന്നുള്ളൂ. റാഫേൽ മുതലാളിയെക്കുറിച്ച് ഒരു നല്ല വാക്കു പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. 5 കണ്ടം ഗ്രാമത്തിൻ്റെ രാജാവായി, സകല ദുഷ്ടതകളുടെയും ക്രൂരതകളുടെയും വിളനിലമായി, 5 കണ്ടംകാരുടെ പേടി സ്വപ്നമായി വിലസിയ ആ മനുഷ്യൻ ചെയ്ത തെറ്റുകളിൽ ഒരു ഭാഗത്തിൻ്റെ കഠിന ശിക്ഷയും പേറി ദൈവത്തിൻ്റെ അന്തിമ വിധിയും കാത്ത് 6 അടി മണ്ണിനുള്ളിൽ വിറങ്ങലിച്ച് കിടന്നു. 5 കണ്ടംകാർക്ക് ഒരു കൊടുങ്കാറ്റ് ശമിച്ചതിൻ്റെ ആശ്വാസമായിരുന്നു. മൂർഖനായിരുന്നു, ഉഗ്രവിഷമുള്ള ജാതി. റോബിയൊരുത്തൻ വേണ്ടി വന്നു അവനെ ഇരുത്താൻ. ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു ഗതി? അവസാനം കല്ലറക്കന്മാരെ തകർത്തിട്ടേ അവൻ അടങ്ങിയുള്ളൂ. ഓരോ ദുഷ്ടന്മാരെ കൊല്ലാൻ ഓരോ കാലത്ത് ഓരോ വീരന്മാർ അവതരിക്കും. അങ്ങനെ ഒരുത്തനാണ് റോബിയും. എന്തു വേണ്ടു? നമ്മുടെ പെണ്ണുങ്ങൾക്കും പെൺമക്കൾക്കും കല്ലറക്കന്മാരെ പേടിക്കാണ്ട് ഭൂമിക്ക് മേലെ ജീവിക്കാമല്ലോ. മരിച്ചവരെക്കുറിച്ച് കുറ്റം പറയരുതെന്നാ. എന്തായാലും തീർന്നില്ലേ? ആളുകൾ ഓരോ അഭിപ്രായം പറഞ്ഞുകൊണ്ട് സീനയും കുഞ്ഞും ജെയിംസിനോടൊപ്പം 5 കണ്ടത്തിൽ താമസം ആരംഭിച്ചു. ആഹ്ലാദകരമായിരുന്നു അവരുടെ ജീവിതം. സീന തിരിച്ചു വന്നത് 5 കണ്ടംകാർക്ക് ഒരത്ഭുത സംഭവമായിരുന്നു.
ജെയിംസ് അവളെ കല്യാണം കഴിച്ചത് അതിനേക്കാൾ അത്ഭുതകരം. ആ ജെയിംസ് മാനസാന്തരപ്പെട്ടെന്നാ തോന്നുന്നേ. അവൻ്റെ സഹോദരന്മാരുടെയും അപ്പൻ്റെയും ദുർഗതി കണ്ട് മനസ്സുമാറിയതായിരിക്കും. അവൻ നല്ലവനായെന്ന് കേൾക്കുന്നു. റോബിയെ പേടിച്ചിട്ടാ, അല്ലാണ്ടെന്താ. മൂർഖൻ കുഞ്ഞിന് പ്രാവൻ കുഞ്ഞാകാൻ പറ്റുമോ? സീനയെയും കുഞ്ഞിനെയും അന്വേഷിച്ച് പിടിച്ച് ജെയിംസിനെ തന്നെ ഏൽപ്പിച്ചല്ലോ റോബി. അവൻ അപാര സാധനം തന്നെ. അവനൊന്ന് നിരൂപിച്ചാൽ അത് നടത്തും. അതാ സൈസ്. ആളുകളുടെ അഭിപ്രായം അങ്ങനെ തുടർന്നു പോയി. റോബി തൻ്റെ ഔദ്യോഗിക ചുമതലകളിൽ മുഴുകി കഴിയുകയായിരുന്നു. സീനയുടെ കാര്യം പരിഹരിക്കപ്പെട്ടതോടെ അവന് പകുതി സമാധാനമായി. ജെയിംസ് അവളോടും കുഞ്ഞിനോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്ന് കൂടി അറിഞ്ഞപ്പോൾ അവൻ സന്തോഷിച്ചു. പക്ഷേ ഇപ്പോഴും റോബിയുടെ മനസ്സ് അസ്വസ്ഥമാണ്. സോഫിയുടെ കാര്യം ഓർത്തിട്ടാണ് അവന് വിഷമം. ആദ്യമായും അവസാനമായും താൻ സ്നേഹിച്ച പെണ്ണ്, തൻ്റെ പ്രിയ കാമുകി, അവൾ ഇപ്പോഴും ഏതോ മെൻ്റൽ സാനിറ്റോറിയത്തിൽ മനോരോഗ ചികിത്സാ വിദഗ്ധൻ്റെ പ്രത്യേക സംരക്ഷണയിൽ കഴിയുകയാണെന്ന് ജെയിംസ് പറഞ്ഞറിഞ്ഞു. ഒരിക്കൽ തൻ്റെ ജീവനായിരുന്നവൾ ഇന്നവൾ തന്നെ ഓർക്കുന്നുണ്ടാകുമോ? ഒരു ഭ്രാന്തിക്ക് ഇങ്ങനെ പഴയ കാര്യങ്ങൾ ചിട്ടയായി ഓർക്കാനാകും. സോഫിയെ എങ്ങനെ വീണ്ടെടുക്കും? റോബി ആലോചിച്ചു. ജെയിംസിനോട് അയാൾ അതേക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ജെയിംസ് പറഞ്ഞു, ഞാൻ ആദ്യം ഒന്ന് പോയി സോഫിയെ കാണട്ടെ. ഡോക്ടറോട് വിശദമായി സംസാരിക്കണം. ജോണിക്കുട്ടിയുടെയും ടോമിയുടെയും അപ്പച്ചൻ്റെയും മരണവാർത്ത ഞാൻ ഡോക്ടറെ എഴുതി അറിയിച്ചിരുന്നു. സോഫിയുടെ അസുഖം കുറഞ്ഞു വരികയാണെന്നും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയും അവളെ അറിയിച്ചുകൂടെന്നും അതിനാൽ എല്ലാം തൽക്കാലം മറച്ചു വയ്ക്കുന്നതാണ് നന്നെന്നും ഡോക്ടർ എനിക്ക് മറുപടി എഴുതി. ഏതായാലും ഞാനൊന്ന് പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. റോബി ഒന്നും മിണ്ടാതെ ചിന്താമഗ്നനായിരുന്നു. ജെയിംസ് അടുത്തൊരു ദിവസം സോഫിയെ കാണാൻ പുറപ്പെട്ടു. സാനിറ്റോറിയത്തിൽ എത്തിയ ശേഷം അവൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചു. സോഫിയുടെ പ്രിയപ്പെട്ടവനായ റോബി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കാര്യം അറിയിച്ചു. റോബി മരിച്ചെന്ന് വിചാരിച്ച് ആദ്യകേറിയാണ് അവൾക്ക് ഭ്രാന്ത് പിടിച്ചത്. റോബി ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ അവളുടെ രോഗം ഭേദമാകില്ലേ ഡോക്ടർ? ജെയിംസ് ചോദിച്ചു. സോഫിയുടെ രോഗം ഭേദമായി വരികയാണ്. ഇപ്പോഴവൾ ശാന്തയാണ്. അട്ടഹാസവും പുലമ്പലും പിറുപിറുക്കലും ഒന്നുമില്ല. ചോദിക്കുന്നതിനെല്ലാം വ്യക്തമായ മറുപടി പറയും. ആളുകളെ തിരിച്ചറിയും. പേര് ഓർമ്മയിൽ വയ്ക്കും. അധികം വൈകാതെ അവൾ പൂർണ്ണ സുഖം പ്രാപിക്കുന്നതിൻ്റെ സൂചനയായി വേണമെങ്കിൽ കരുതാം. പക്ഷേ അവളുടെ ഉള്ളിലെ വേദനയും വിഷമവും നടുക്കവും ഇപ്പോഴും മാറിയിട്ടില്ല. ചിലപ്പോൾ തനിച്ചിരുന്ന് വിതുമ്പി കരയും. മിക്ക സമയങ്ങളിലും വിഷാദങ്ങളിൽ മുഴുകിയുള്ള ഇരിപ്പാണ്. അതാണ് പ്രശ്നം. ചെറിയൊരു പോറൽ മതി അവൾ വീണ്ടും പഴയ ഭ്രാന്തിയാകാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് മരണവാർത്തകളൊന്നും അവളെ അറിയിക്കേണ്ടെന്ന്. റോബി ജീവിച്ചിരിക്കുന്നു എന്നതൊരു സന്തോഷ വാർത്തയല്ലേ? അതെ, പക്ഷേ അവളോട് പറഞ്ഞാൽ അവൾ വിശ്വസിച്ചെന്ന് വരില്ല. പക്ഷേ പിന്നെയും അവൾക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാകും. റോബിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? അതിനെന്താ, കൂട്ടിക്കൊണ്ടുവരാമല്ലോ. എന്നാലൊരു ദിവസം കൊണ്ടുവരൂ. റോബിയും സോഫിയും പരസ്പരം കാണട്ടെ. ഓർക്കാപ്പുറത്തായിരിക്കണം കൂടിക്കാഴ്ച. അങ്ങനെ ആകട്ടെ ഡോക്ടർ. എനിക്കിപ്പോൾ സോഫിയെ ഒന്ന് കാണാമോ? അതിനെന്താ, പക്ഷേ വേദനിക്കുന്ന സംഭാഷണം ഒന്നും ഉണ്ടാകരുത്. ഡോക്ടർ ജെയിംസിനെ സോഫിയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സോഫി ബെഡിലിരിക്കുകയായിരുന്നു. ജെയിംസ് അവളുടെ മുമ്പിൽ ചെന്നു. സോഫി. അവൾ അവൻ്റെ നേർക്ക് മുഖം തിരിച്ചു. അവനെ കണ്ടിട്ടും ഒരു ഭാവഭേദവുമില്ല. സോഫി, ഇത് ഞാനാ, നിൻ്റെ ആങ്ങള ജെയിംസ്. സോഫി അവൻ്റെ നേർക്ക് ഏതാനും നിമിഷം തുറച്ചു നോക്കി. പിന്നെ നോട്ടം ചുവരിലേക്ക് തിരിച്ചു. ജെയിംസിനോട് അവൾ സംസാരിക്കാൻ കൂട്ടാക്കിയതേയില്ല. ജെയിംസ് 5 ഖണ്ഡത്തിലേക്ക് മടങ്ങി. ജെയിംസ് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സോഫിയുടെ അടുത്തേക്ക് വന്നു. വിസ്താരമേറിയ കണ്ണാടി ഭിത്തിയിലൂടെ സമതലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു സോഫി. കാലച്ച കേട്ട് തിരിഞ്ഞു. സോഫി. അവൾ ശിരസ് ഒന്ന് നമിച്ചു. ജെയിംസിനോട് സംസാരിച്ചില്ലേ? അവൾ നിഷേധാർത്ഥത്തിൽ മെല്ലെ തലയാട്ടി. സോഫി എന്താണ് ആലോചിച്ചു കൊണ്ടിരുന്നത്? റോബിയെക്കുറിച്ചാണോ? നിശബ്ദമായ തേങ്ങലിൽ അവളുടെ ഉരുടൽ ഒന്ന് വിറകൊണ്ടു. അവൾ ഡോക്ടറെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞൊലിച്ചു. സോഫി, ദുഃഖിക്കേണ്ട കാര്യം ഒന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. റോബി മരിച്ചുപോയി എന്നതിന് തെളിവൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ അയാൾ ജീവിച്ചിരിപ്പുണ്ടാകാം. എന്നെങ്കിലും സോഫിയെ തേടി വന്നേക്കാം. സംഭവിച്ചു കൂടായികയില്ല. ജീവിതത്തിൽ അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. സോഫി അപ്പോഴും നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? ധാരാളം സാധ്യതയുണ്ട്. സോഫിക്ക് അങ്ങനെ ആശിച്ചുകൂടെ? പ്രതീക്ഷിച്ചുകൂടെ? സോഫിയുടെ കണ്ണുകൾ തുടച്ചു. മെല്ലെ തിരിഞ്ഞ് കണ്ണാടി ഭിത്തിക്കപ്പുറത്തുള്ള വിശാല സമതലത്തെ നോക്കി. അവൾ എന്തെല്ലാമോ ഓർക്കാൻ ശ്രമിച്ചു. ഓർമ്മകൾക്ക് അടുക്കും ചിട്ടയും ഉണ്ടായില്ല. പാറിപ്പറക്കുന്ന പഞ്ഞിത്തുണ്ടുകൾ പോലെ അവിടെ ചിതറി. ദിവസങ്ങൾ വരുന്നതും പോകുന്നതും അവൾ അറിഞ്ഞില്ല. രാവും പകലും അവൾ കന്യമായിരുന്നു. ബുക്കും പെൻസിലും സ്ലേറ്റുമായി സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടിയാണ് താനെന്നായിരുന്നു
ചിലപ്പോഴൊക്കെ അവളുടെ നിർവിചാരം. റോബി വരുന്നതും കാത്ത് അരുവിക്കരയിൽ ആഹ്ലാദത്തോടെ നിൽക്കുന്ന കാമുകിയുമായി ചിലപ്പോഴവൾ ഭാവിച്ചു. ആ നേരങ്ങളിൽ അവൾ അടക്കി ചിരിക്കുകയും എന്തെന്നില്ലാത്ത അക്ഷമ പ്രകടിപ്പിക്കുകയും ചെയ്തു. മുഖം ലജ്ജയിൽ ചുവന്നു തുടുത്തു. കണ്ണുകളിൽ കുസൃതി മിന്നി. പിന്നെയും ഓർമ്മകൾക്ക് പാളം തെറ്റി. ലോകത്തിൻ്റെ തണുത്തുറഞ്ഞ മൂലയിൽ അനേകമനേകം വർഷങ്ങളായി മരണം കാത്തു കിടക്കുന്ന പടുവൃത്തയാണ് താനെന്ന് അവൾക്ക് തോന്നി. സംഭവിച്ചതും സംഭവിക്കാത്തതുമായ അനേകം രംഗങ്ങൾ ഇടകലർന്ന് അവളുടെ ഓർമ്മയിലൂടെ നീങ്ങി. വിജനമായ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് മുറിവുകളും ചോരയും നിറഞ്ഞ റോബിയുടെ ശവശരീരം ഒരുപറ്റ ആരാചാരന്മാർ ചുവന്നുകൊണ്ടു പോകുന്ന രംഗം ഓർമ്മയിലേക്ക് കടന്നപ്പോൾ അവൾക്ക് സമനില തെറ്റി. അവൾ കരയാനും ശപിക്കാനും തുടങ്ങി. ജെയിംസ് 5 കണ്ടത്തിലെത്തിയ ശേഷം റോബിയെ ചെന്ന് കണ്ടു. ഡോക്ടർ റോബിയെയും കൂട്ടി ചെല്ലാനാണ് പറഞ്ഞയച്ചിരിക്കുന്നതെന്ന് അറിയിച്ചു. റോബി ഉടൻ തന്നെ പോകാൻ തയ്യാറായി. മറ്റന്നാൾ ഞായറല്ലേ, ഒഴിവ് ദിവസം അന്ന് പോകാം, ജെയിംസ് പറഞ്ഞു. റോബി സമ്മതിച്ചു. ഞായറാഴ്ചയായി. റോബിയും ജെയിംസും സീനയും കുഞ്ഞും കൂടി സോഫിയെ കാണാൻ യാത്ര തിരിച്ചു. റോബിയുടെ മനസ്സ് വിവിധ വികാരങ്ങളാൽ പ്രക്ഷുബ്ധമായിരുന്നു. സോഫിയെ കാണാൻ പോവുകയാണല്ലോ എന്നോർത്തപ്പോൾ മനസ്സിനൊരു തളർച്ച പോലെ. സോഫിയെ ആദ്യമായി കണ്ടുമുട്ടിയതും വഴക്കും പിന്നെ പ്രേമവും എല്ലാം അവൻ ഒരിക്കൽ കൂടി ഓർത്തു. തന്നോടുള്ള സ്നേഹം അവളെ ഒരു ഭ്രാന്തിയാക്കി. മനോരോഗ ചികിത്സാലയത്തിനുള്ളിൽ അനേക മാസങ്ങൾ അവൾ കഴിച്ചുകൂട്ടി. നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അവൾ തന്നെ തിരിച്ചറിയുമോ? തന്നെ വീണ്ടും സ്നേഹിക്കാൻ അവൾക്ക് സാധിക്കുമോ? ഒരു ദാമ്പത്യ ജീവിതത്തിനുള്ള മാനസികവും ശാരീരികവുമായ ആരോഗ്യം അവൾക്കുണ്ടാകുമോ? നാനാതരം ആശങ്കകൾ. കണ്ടുമുട്ടുന്ന നിമിഷം ഓർക്കുമ്പോഴുള്ള കാത്തിരിപ്പ്, ഹൃദയമിടിപ്പിന് ഇരട്ടി വേഗത. അവർ സാനിറ്റോറിയത്തിലെത്തി ഡോക്ടറെ കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ റോബി. ജെയിംസ് റോബിയെ ഡോക്ടർക്ക് പരിചയപ്പെടുത്തി. ഹലോ. രണ്ടുപേരും ഹസ്തദാനം നടത്തി. ഇതെൻ്റെ ഭാര്യയും കുഞ്ഞും. റോബിയുടെ സഹോദരിയാണിവൾ. ഓഹോ. ഡോക്ടർ അവരെ സ്വീകരിച്ചിരുത്തി. കുശലങ്ങൾക്ക് ശേഷം ഡോക്ടർ കാര്യത്തിലേക്ക് കടന്നു. സോഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മുഴുവൻ വിശദീകരിച്ചു. അവൾക്ക് പൂർണ്ണ സുഖമാകാൻ കുറച്ചു കാലം കൂടി വേണ്ടി വന്നേക്കുമായിരുന്നു. അവളുടെ മനസ്സ് തീരെ ദുർബലമായി തീർന്നിരിക്കുന്നു. അതേയുള്ളൂ കുഴപ്പം. വിഷമിപ്പിക്കുന്ന ഒരോർമ്മ മതി അവളുടെ മനസ്സിനെ തകിടം മറി. മിസ്റ്റർ റോബി, ഏതായാലും അവളെ കാണുക. മോശമായ പ്രതികരണം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ അവൾ പൂർണ്ണമായ മാനസികാരോഗ്യത്തിലേക്ക് ഒരു കുതിച്ചുചാട്ടം നടത്താനും മതി. എവിടെയാണ് സോഫി? റോബി തൻ്റെ അക്ഷമ മറച്ചു വെച്ചില്ല. ഡോക്ടർ അവനെയും കൂട്ടിക്കൊണ്ട് ഇടനാഴിയിലേക്ക് കടന്നു. ഇടനാഴിയുടെ അങ്ങേയറ്റത്തെ ചില്ലുഭിത്തികളിൽ നിന്നുള്ള വെളിച്ചം ഇങ്ങേയറ്റം വരെ വ്യാപിച്ചിരുന്നു. അങ്ങേയറ്റത്തെ വലതുഭാഗത്തുള്ള മുറിയാണ് അവളുടേത്. പൊയ്ക്കൊള്ളൂ, നിങ്ങൾ തനിച്ചു പോയാൽ മതി. റോബി സാവധാനം നടന്നു. അവൻ്റെ ശരീരം വിയർത്തു. കൈകാലുകൾ കുഴയുന്നത് പോലെ തോന്നി. ഹൃദയമിടിപ്പിൻ്റെ ഇരട്ടിച്ച ശബ്ദവും വേഗതയും അവന് തിരിച്ചറിയാമായിരുന്നു. റോബി ഇടനാഴിയുടെ അങ്ങേയറ്റത്തെത്തി. പാതി അടഞ്ഞു കിടന്ന വാതിൽ മെല്ലെ തള്ളി തുറന്നു. സോഫി കമ്പിയഴികളിൽ പിടിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അഴിഞ്ഞുലഞ്ഞ മുടി തോളിലുമായി ചിതറിക്കിടക്കുന്നു. റോബി അകത്ത് കടന്നത് അവൾ അറിഞ്ഞതേയില്ല. റോബി ഏതാനും നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. എൻ്റെ പെണ്ണ്. അവൻ്റെ ഹൃദയം ഇരമ്പി. അറിയാതെ കണ്ണു നിറഞ്ഞു. അവൻ പിച്ച വെക്കുന്നത് പോലെ നടന്ന് മേശയ്ക്കരികിലെത്തി. സോഫി. സ്നേഹസാന്ദ്രമായ സ്വരത്തിൽ അവൻ വിളിച്ചു. പണ്ടെന്നോ കേട്ട് കോരിത്തെരിച്ച ആ ശബ്ദം അവളെ പിടിച്ചുലച്ചു. അവൾ മെല്ലെ മുഖം തിരിച്ചു നോക്കി. കണ്ണുകൾ തമ്മിലിടഞ്ഞു. പടപൊരുതും പോലെ, കോർത്തിണങ്ങും പോലെ, അന്യോന്യം തിരയും പോലെ. നിമിഷങ്ങളോളം അതങ്ങനെ തുടർന്നു. സോഫിയുടെ വിളർച്ച ബാധിച്ച മുഖത്ത് അന്യഭാവം. അവൾ തന്നെ തിരിച്ചറിഞ്ഞില്ലെന്ന് റോബിക്ക് തോന്നി. അവൻ്റെ ഹൃദയം പിടഞ്ഞു. സോഫി, ഇത് ഞാനാ, റോബി, നിന്റെ റോബിച്ചൻ. അവളുടെ മുഖത്ത് പ്രക്ഷുബ്ധത ആർത്തിരമ്പി. മുഖം ചുവന്നു വിങ്ങി അവൾ മെല്ലെ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എൻ്റെ സോഫി മോൾക്ക് എന്നെ മനസ്സിലായില്ലേ? അവൻ്റെ തൊണ്ടയിടറി. അവൾ ഉറ്റുനോക്കിക്കൊണ്ട് വീണ്ടും നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അവളുടെ ഉടൽ ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്ന് 2 അരുവികൾ കുതിച്ചൊഴുകിക്കൊണ്ടിരുന്നു. റോബി സ്വപ്നാടനത്തിലെന്ന പോലെ അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ തൊട്ടു മുന്നിലെത്തി. സോഫി, മന്ത്രിക്കുന്നത് പോലെ അവൻ വിളിച്ചു. അവളുടെ വിറയാർന്ന കൈത്തലങ്ങൾ അയാളുടെ ചെന്നിയിലമർന്നു. അവൻ്റെ നെറ്റിയിലൂടെ, കൺപോളകളിലൂടെ, നാസികയിലൂടെ, കവിളിണകളിലൂടെ, ചുണ്ടുകളിലൂടെ അവളുടെ വിരലുകൾ അരിച്ചിറങ്ങി. വളരെ കാലം മുമ്പ് നഷ്ടപ്പെട്ട നിധി തിരിച്ചു കിട്ടിയപ്പോൾ അത് തൻ്റേത് തന്നെയോ എന്ന് പരിശോധിക്കും പോലെ. ഞാൻ തന്നെയാ മോളെ, നിൻ്റെ റോബിച്ചൻ. മരിച്ചില്ല. ഇല്ല, റോബിച്ചൻ. അക്ഷരം പഠിക്കുന്ന കുട്ടിയെപ്പോലെ കാറ്റിൻ്റെ സ്വരത്തിൽ അവൾ മന്ത്രിച്ചു. അതെ റോബിച്ചൻ, ഞാൻ തിരിച്ചു വന്നു.
റോബിച്ചൻ മരിച്ചില്ല. റോബിച്ചൻ തിരിച്ചു വന്നു. അവൾ വീണ്ടും മന്ത്രിച്ചു. ക്രമേണ അവളുടെ മുഖം മുറുകി, ചുണ്ടുകൾ വിതുമ്പി വിറച്ചു, മുഖത്ത് കരച്ചിൽ പിടഞ്ഞുണർന്നു. ശബ്ദമില്ലാത്ത ഒരു നിലവിളിയോടെ അവൾ അയാളുടെ നെഞ്ചിലേക്ക് വീണു. ഇരു കൈകൊണ്ടും അയാളെ ഗാഢമായി ആശ്ലേഷിച്ചു. അവൾ ഒരു കുഞ്ഞിനെപ്പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. റോബി അവളുടെ കണ്ണീരിൽ കുതിർന്ന മുഖം ഉമ്മകൾ കൊണ്ട് മൂടി. അവന് കരയുകയായിരുന്നു. മുറിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ഡോക്ടറും ജെയിംസ് സീനയും കൂടി വാതിൽക്കലെത്തി. എന്നോ വഴിപിരിഞ്ഞ വീണ്ടും ഒന്നു ചേരുന്ന രണ്ട് ആത്മാക്കളെ അവർ കണ്ടു. സന്തോഷം കൊണ്ട് സീനയുടെ കണ്ണ് നിറഞ്ഞു. ചാരിതാർത്ഥ്യം നിറഞ്ഞ പുഞ്ചിരിയോടെ ഡോക്ടർ തുറന്നു കിടന്ന വാതിൽ മെല്ലെ ചാരി. നമുക്ക് പോകാം. ഇത് അവരുടെ ലോകമാണ്, അവരുടെ സ്വർഗം. കാവൽമാടം എന്ന നോവല് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പുതിയ ഒരു നോവലുമായിട്ട് ഉടനെ തന്നെ വരും. അടുത്ത ദിവസം തന്നെ നമുക്കൊരു പുതിയ നോവലുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.